നിന്നോട് ഇപ്പൊ നിങ്ങൾ കെട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞോടാ സുരേഷ്. ഇനിയിപ്പോ എന്തിനാ താമസിക്കുന്നേ? പട്ടിക അടിച്ച് ഓട് കയറ്റിയല്ലേ? എപ്പ പട്ടി അടിക്കണം, എപ്പോ ഓട് കയറ്റണം എന്നൊക്കെ ഞാൻ പറയും. കാരണം ഞാൻ ഇവിടുത്തെ മൂത്താശാരി. മൂത്താശാരി മണിക്കൂറൊന്നായല്ലോ കൂട്ടലും കിഴിക്കലും വരക്കലും ഒക്കെ തുടങ്ങിയിട്ട്. എന്താ അങ്ങോട്ട് ചേർന്നില്ലേ? ഇതേ ചിരട്ടിയും കോലും എടുത്ത് കയ്യിൽ കുത്തുന്ന ഏർപ്പാടല്ല, കണക്ക്. അത് തന്നെ ഞങ്ങളും പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവര് വേണ്ടേ മുകളില്? മോനെ, മണികണ്ഠനാശാരിയോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. പെരുന്തച്ഛന്റെ കഥ ഓർമ്മയുണ്ടല്ലോ. ഉന്നം തെറ്റാതെ ഈ ഉളി അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ. അതിന് ഉന്നം തെറ്റാതെ ഇട്ടാലല്ലേ? വേണ്ടടാ പണിയെടുക്കാൻ സമ്മതിക്കില്ല. മൂത്താശാരി മണികണ്ഠനെ. ആവോ, പെരുന്തച്ഛന് ശ്വാസം വിടാം. പ്രേമേട്ടൻ എത്തി. മോന്തായം കൂട്ടിയോ? ഞാൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞല്ലേ? ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചതാ. പാവം മുള്ളിപ്പോയി. എവിടെ? ഞാൻ വരാം. വല്ല കാര്യം ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ? നീ ഇതെപ്പോ വരുമെന്ന് വിചാരിച്ചിട്ടാ പോലീസുകാരല്ലേ പിടിച്ചോണ്ട് പോയത്? ഈ വളബന്ധം എന്താ കൊള്ളിച്ച് കയറ്റാത്ത? എവിടെ? ഇങ്ങനെ നല്ല പണിയായി കാണിച്ചിരിക്കുന്ന. നിനക്ക് ഈ കുറ്റിയടിക്കൽ ഒരു സ്ഥിര ഏർപ്പാടാക്കിയാൽ എന്താ? വീടിന്റെ പുറത്തൊരു ബോർഡ് എഴുതി വെച്ച് വെറുതെ ഇരുന്നാ പോരെ? പ്രേമചന്ദ്രൻ ആശാരി, കാണാനുള്ള സമയം ഇത്ര മുതൽ ഇത്ര വരെ. ആളുകൾ വന്ന് ക്യൂ നിൽക്കും. വെയിലും കൊള്ളണ്ട, വേർക്കും വേണ്ട. എനിക്കിപ്പോ വെയിൽ കൊണ്ടും വേർത്തും കിട്ടുന്ന കാശ് മതിയേ. ഇവിടെ മോനെ, Every body contains its state of rest or uniform motion unless it is compelled by an external force. എന്തോന്നാ ഈ കുട്ടി വായിച്ചു കൂട്ടുന്നത്? കണ്ടെയ്ൻസ് അല്ല, കണ്ടിന്യൂസ് ആണ് മോളെ. എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്, ലോ ഓഫ് ഇനർഷ്യ. നമ്മളൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടില്ലേ? അപ്പൊ നമ്മളെല്ലാരും മുന്നോട്ടായില്ലേ? അതൊക്കെ ഈ തിയറിയുടെ ഭാഗങ്ങളാ. അർത്ഥം മനസ്സിലാക്കി പഠിക്കും മോളെ. ഫോൺ ചെതലുണ്ട്. ഉത്തരത്തിന്റെ ഈ ഭാഗം മുഴുവൻ പോക്കാ. അപ്പൊ മരം കുറച്ചെടുക്കേണ്ടി വരും. എടുക്കാം. നീ ഒന്ന് ഇറങ്ങി നോക്ക് പ്രേമ. എന്താടാ? പേടിക്കണ്ട, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്താടി ഇവിടെ? തുറക്ക്, വാതിൽ തുറക്കാൻ. നട്ടുച്ചയ്ക്ക് അവളുടെ ഒരു കുളി. അയ്യോ പെങ്ങളെ, അതിനൊന്നും ചെയ്യല്ലേ. ഞാൻ അറിയാതെ ചെതല തട്ടിയപ്പോ ഇത് വിളിക്കണതാ. നിക്കാൻ പറഞ്ഞ പണി ചെയ്യില്ല. സുന്ദരിക്കോതെ പോലെ നിക്കാൻ അവിടെ. ചെട്ടിയാരോടാ കളി. നിങ്ങളൊക്കെ വലിയ വമ്പത്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അടക്കിയിട്ടുണ്ട്. 1000 10,000 ലക്ഷം ഒന്നും ചോദിച്ചില്ലല്ലോ. 3 കൊല്ലം മുമ്പ് പറഞ്ഞുറപ്പിച്ച നിസ്സാര വാടക അതിപ്പോ തന്നിട്ട് മാസം അത്രയായി. വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ ചെട്ടിയാരെ. അതന്നെ ഞാനും പറയണത്. നിങ്ങൾക്കൊന്ന് വേണമെന്ന് വെച്ചാ എന്താ? മാസാമാസം ഞാൻ ഈ പടി കയറി ഇറങ്ങണതേ നിങ്ങളെ ചന്തം കാണാനല്ല. ആൾക്കാരൊക്കെ കേൾക്കും. എനിക്കാരും പേടിയില്ല. വേണ്ടി വന്ന വാടകയ്ക്ക് മൈക്ക് സെറ്റ് എടുത്തിട്ട് വിളിച്ച് കൂവും ഞാൻ. എന്റെ വാടക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പഴയ പോലെ അല്ല ചെട്ടിയാരെ. അന്ന് ഇവിടുത്തെ ആളുണ്ടായിരുന്നു. മണ്ണിന്റെ ചെലവേ ഉള്ളൂ. കലങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോ ഞാൻ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിച്ചിട്ട് വേണം കൊണ്ടു നടന്ന് വിൽക്കാൻ. സീതമ്മ എന്ത് പറഞ്ഞാലും എന്റെ കാശ് മുഴുവൻ കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് എണീക്കൂ. ഇല്ലെങ്കിൽ എന്റെ പേര് ഗണേശൻ ചെട്ടിയാരെന്നല്ല. എണീക്കടോ. എഴുന്നേക്കാൻ. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് എന്ത് തോന്നിയ സടയിൽ കാണിക്കുന്നേ? എന്റെ വാടക തരാതെ പിന്നെ? തന്റെ വാടക തരാൻ എനിക്ക് മനസ്സില്ല. താൻ ഇവിടുത്തെ അടുക്കള പൊറുക്കോടോ? പുറമ്പോക്കി 4 ചുവരും വെച്ച് സ്വന്തം വീടാന്നും പറഞ്ഞ് വാടക പിരിക്കാൻ നടക്കുന്നു. പരട്ടെ ചെട്ടിയാര്. വില്ലേജ് ഓഫീസിൽ നിന്ന് ഇന്നലെ വന്ന് പറഞ്ഞേച്ച് പോയതാ. ഉടനെ എല്ലാരും ഇവിടെ ഇറങ്ങിക്കോണോന്ന്. വില്ലേജ് ഓഫീസുകാര് കുറെ ഞൊട്ടും. ഞൊട്ടും. എന്നാ താൻ അവർക്ക് പട്ടയം കാണിച്ചു കൊടുക്കണോ? താൻ അവർക്ക് പട്ടയം കാണിച്ചു കൊടുക്കാൻ. ഒന്ന് പതുക്കെ പറ സീതമ്മേ, ഞാൻ കേട്ടാ പോരെ. ഇളകി പറഞ്ഞ മൈക്ക് സെറ്റ് വെച്ച് ഒളത്താൻ പോവാണെന്ന്. കൊണ്ടുവരോ മൈക്ക് സെറ്റ്? മൈക്ക് സെറ്റ് കൊണ്ടുവരാൻ. അങ്ങോട്ട് പോയ പോലല്ലോ ചെട്ടിയാരെ ഇങ്ങോട്ടത്തെ വരവ്. നമുക്ക് ഇടപെടാൻ പറ്റാത്ത വർഗമാ ഈ ചട്ടിയും കാലം ഉണ്ടാക്കുന്നോറ്റല്ലേ. എന്തുവാടോ പറഞ്ഞേ?
അല്ലാതെ ഇവിടെ പറഞ്ഞതാ. ദാ ചെട്ടിയാരെ ആ. നമ്മൾ തരാനുള്ള വാടക. ഇത് പിന്നെ ബാങ്കിലിട്ട പോലെയല്ലേ. സീതമ്മ ചേച്ചി എത്ര തരാനുണ്ട്? അത് ഞാൻ അവരടുത്ത് വാങ്ങിച്ചോളാം. കാശുണ്ട് ചെട്ടിയാരെ? വേണ്ടാന്ന്, കുറച്ച് കടവും കടപ്പാടൊക്കെ ഉണ്ടാവുന്ന ഒരു ഹരല്ലേ അല്ലേ മാഷേ? എന്ന് വെച്ച് ഞാനങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഇപ്പതേ കവലയില് പീഡിയ മുറിയുടെ മുകളില് നാടകശാലക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ, അത് ഞാനവിടെ ഒഴിപ്പിച്ചു. ഓ അത് ശരി. അതാണ് ഇന്നലെ അതിലെ പോരുമ്പോ ഒച്ച എനക്ക് ഒന്നും കേൾക്കാത്ത. അതൊക്കെ അവസാനിപ്പിച്ചു. കാട്ട് കള്ളന്മാര് 1.5 കൊല്ലായിട്ട് നയാ പൈസ തന്നിട്ടില്ലേ മാഷേ? മിമിക്രിക്കാർ വന്നേ പിന്നെ നാടകക്കാർക്ക് ഡിമാൻഡില്ലാത്രേ. ഞാൻ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാനാരാ മോൻ? 2-3 ആളെയും കൂട്ടിച്ചെന്ന് ഇറങ്ങടാ പട്ടികളെ പുറത്തെന്ന് പറഞ്ഞ ഒറ്റ ചാടിക്കല്. ഓ അങ്ങനെ പറഞ്ഞോ? അത്ര കടുപ്പിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞു. 1 2 3 ആ നേരം കൊണ്ട് ഓക്കേറ്റി പിടിച്ച് പുറത്താക്കി. ദേ താക്കോല് കണ്ടോ? ദിന്തരിക്കിടത്താ. ഭയങ്കരം തന്നെ. എന്തോന്ന് അടിയത്? കുറച്ച് ചേമ്പൂട്ടാനാ. പുറകുവശത്തെ വാതിലടച്ചിരിക്കുക. ഇങ്ങനെ ഇനിയിപ്പോ ഇവളുടെ കല്യാണം വരുമ്പോ സീതമ്മ എന്തോ ചെയ്യും? നയാ പൈസ കയ്യിലല്ലോ കൊടുക്കാൻ. ഇവളുടെ കല്യാണത്തിന് കാശൊന്നും വേണ്ട ചെട്ടിയാരെ. പൊന്നും കുടത്തിന് എന്തിനാ പൊട്ട്? മുരളി, ആ പ്ലാവിന്റെ തടി അങ്ങോട്ട് മാറ്റിയിട്ടെ. ഇതെന്താ അലക്ക് കട നടത്തുന്നോ? ഒരു കുന്ന് തുണിയുണ്ടല്ലോ. ഉനക്ക് തമിഴ് പിടിക്കുമാ മലയാളം പിടിക്കുമാ? സൊല്ല്. രണ്ടുമാ? 2 ഭാഷയിൽ എങ്ങനെയാ സംസാരിക്കുന്നത്? കൺമണി, നീ എതുക്കാക ഇന്ത മാതിരി കാലത്ത് മുതൽ സായങ്കാലം വരെ കഠിനமான വേലകൾ കഷ്ടപ്പെട്ട് അതൊന്നും ശരിയാവില്ല. ഒന്ന് മലയാളം അല്ലെ തമിഴ്, ഏത് വേണം? തമിഴ് എന്നോട് തായ്മൊഴി. ഇപ്പം മലയാളം മാത്രമേ പറയാറുള്ളൂ. അതിന് സംസാരിക്കാൻ അവിടെ സമയം? ഫുൾ ടൈം പണിയല്ലേ? അല്ല, അവിടെ അടുക്കള ജോലിക്ക് നിൽക്കുന്ന ഒരു തള്ളയില്ലേ, അവരോട് ആരും ഒരു വിളച്ചിലും എടുക്കാറില്ലല്ലോ. നിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ കുതിര കയറ്റം. റോസച്ചേട്ടത്തിക്ക് സ്വന്തം വീടുണ്ട്, വീട്ടുകാരുണ്ട്. എനിക്കാരാ ഉള്ളത്? പട്ടിണി കിട്ടാലും അടിച്ചാലും ഒക്കെ സഹിക്കും. പട്ടിണിക്കിടോ? ചിലപ്പോ. നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വെക്കൂടെ? കൂലിപ്പണി എടുത്തെങ്കിലും ജീവിക്കാമല്ലോ. അവിടെ ആരെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കുവോ? ആരുമില്ല. നാട് തന്നെ എനിക്കിപ്പോ ഓർമ്മയില്ല. ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുക ഈ ജയിലിൽ കിടന്ന് മരിക്കാൻ. പോയ ജന്മത്തിൽ കുറെ കുറ്റം ചെയ്തിരിക്കും. അതിന്റെ സ്നേഹമായിട്ടൊരു വാക്കുപോലും ആരും പറയാറില്ല. ഒരിക്കൽ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ കത്തി പഠിപ്പിച്ച് കാലിൽ വെച്ച് പൊള്ളിച്ചു. ഇപ്പോഴുണ്ട് അതിന്റെ വേദന. അതെ, അയ്യോ അതെ, കരയാതിരിക്കൂ. ഇനിയിപ്പം ഇതാരെങ്കിലും കണ്ട് കരയണ്ട കേട്ടോ. അല്ല, കരയാതെ. തിരുപ്പൂരിൽ ബെന്യം കമ്പനി നടത്തുന്ന വൈദ്യ മാഷക്ക് ഓർമ്മയില്ലേ? വൈദ്യനാഥൻ. ദീപാവലിക്ക് കുറെ സ്വീറ്റ്സും കൊണ്ട് അഡ്രസ്സും തപ്പിപ്പിടിച്ച് ഇവിടെ വന്ന വൈത്തി. കറുത്ത പൊക്കമുള്ള അവന്റെ കമ്പനിയില് ദിവസക്കൂലിക്ക് കുറെ പെൺകുട്ടികൾ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കൺമണി അങ്ങോട്ട് വിട്ടാലോ? ആരും അറിയാതെ. ഇവിടെ കിടന്ന ഒന്നുകിൽ അവര് അതിനെ പണിയെടുപ്പിച്ച് കൊല്ലും, അല്ലെങ്കിൽ അവള് സൂയിസൈഡ് ചെയ്യും. കണ്ട കഷ്ടം തോന്നും മാഷെ. കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഈ ഭൂമിയിൽ. അവരെയൊക്കെ നമ്മൾ വിചാരിച്ച രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇത് നമ്മുടെ കൺമുന്നിൽ കാണുകയല്ലേ. ഒരാളോട് സങ്കടം പറയാനില്ല, ഉള്ളു തുറന്നൊന്ന് കരയാൻ പറ്റില്ല മാഷേ. അതിനും കിട്ടുവാടി. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോണത്? നമുക്ക് നമ്മുടെ ജീവിതം അത്രേ വേണ്ടൂ. എന്നാലും മനുഷ്യത്വം എന്നൊന്നില്ലേ മാഷേ? ഇല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പണ്ട്. ഒക്കെ തെറ്റാ, എനിക്ക് മനസ്സിലായി. പാവം കൊച്ചിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ മതി. ഇനി ആ പെണ്ണിനെ പറ്റി ഒരു അക്ഷരം നീ മിണ്ടരുത്. ഇല്ല, നിർത്തിയതേ. ഇനി അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല. ഇതാകണം.
ഏയ് ഇയാളെന്താ ഇവിടെ? വെറുതെ. വെറുതെ? വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എടുത്തുന്ന് പറഞ്ഞ മാല കൊച്ചമ്മയുടെ കുളിമുറിന്ന് കിട്ടുന്നത് വരെ അവരെന്നെ തല്ലിന്നല്ല എനിക്ക്, ഞാൻ കട്ടതാന്ന് പറഞ്ഞില്ലേ. പോട്ടെ, നീ ഒരു മനുഷ്യജീവിയാണെന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാ. ഏതായാലും മരിക്കുന്നതിനെ പറ്റിയൊന്നും ഇനി ആലോചിക്കരുത്. ആ വീട്ടിലേക്ക് ഇനി ഞാൻ പോവില്ല. അതിലും ഭേദം മരിക്കുക. ഞാൻ പോവില്ല. കരയാതിരിക്കൂ, നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. കരയാതിരിക്കേ. ஹலோ ஹலோ, இது கேரளாவில் இருந்து பேசுகிறேன். மிஸ்டர் வைத்தியநாதனை கிடைக்குமா? வைத்தியநாதன், வைத்தி. അയാൾ സ്ഥലത്തില്ല, കമ്പനിക്ക് വേണ്ടി തുണിയെടുക്കാൻ പോയിരിക്കുക. 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 10 ദിവസം എന്നൊക്കെ പറയുമ്പോഴേ അതുവരെ ഇന്ന് രാവിലെ പോയുള്ളൂന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 ദിവസം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചാൽ വീട്ടിൽ നിൽക്ക്. മണികണ്ഠൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരുപ്പൂരിലെത്തിയാൽ ഉടനെ വൈദ്യ എന്നെ ഫോൺ ചെയ്യും. ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. അതെ, ഇത്രയും കൊല്ലം സഹിച്ചില്ലേ, ഇനി കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കേ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇല്ല, ഞാൻ പോവില്ല. എന്താ എവിടെയെങ്കിലും പോയി ചാവ്. ആരാത്? വാ 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 ഇരിക്ക്. ഞാൻ നമ്മുടെ പഴയ ആയുധങ്ങളൊക്കെ എടുത്ത് നോക്കിയതാ. അണ്ണ ഉണ്ടായിരുന്നപ്പോ ചെട്ടിയാർ പ്രദേശത്തിന്റെ കച്ചേരി ഇന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി, ജനം കൂടും. ഞാൻ നാഗസ്വരം, അണ്ണൻ തകില്, അല്ലെങ്കിൽ ഞാൻ തകില്, അണ്ണൻ നാഗസ്വരം. മൂപ്പര് പോയപ്പോ ഇതൊന്നും എടുക്കാറേ ഇല്ല. ഒരു കീർത്തനെ വാശിക്കിട്ടുമാ. വേണ്ട വേണ്ട, ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? ആ നാടകക്കാരെ ഒഴിപ്പിച്ച മുറിയില്ലേ, അതിന്റെ താക്കോൽ എനിക്കൊന്ന് വേണം. ഇന്നൊരൊറ്റ ദിവസത്തേക്ക് മതി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കാസർഗോട്ട് നിന്നേ. അവന് തിരിച്ചു പോകാൻ വണ്ടി കിട്ടിയില്ല. അപ്പൊ ഇന്ന് രാത്രി ഒന്ന് താമസിപ്പിക്കാനാ. അവിടെ ആകുമ്പോ രാവിലത്തെ ബസ്സിന് തിരിച്ചു പോകാൻ സൗകര്യമായിരിക്കും. അതിനെന്താ ലക്ഷ്മണ. അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. കയ്യും കാലും മുഖമൊക്കെ കഴുകി സുഖമായിട്ടൊന്ന് വിശ്രമിക്കേ. എനിക്ക് രാവിലെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ശരി. പിന്നെ ആത്മഹത്യ ചെയ്തേ തീരുമെന്ന് നിർബന്ധമാണെങ്കിൽ നാടകക്കാരുടെ സാരിയുണ്ട്, മുണ്ടുണ്ട്, മോളിൽ ഫാനുണ്ട്. എൻ്റെ മോളെ പ്ലീസ് ചതിക്കല്ലേ. വാതിലടച്ചു കിടന്നോ.